മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രയെ നമുക്കെല്ലാം അറിയാം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ദുര്യോധനനെ വധിച്ച ഭീമനടക്കമുള്ള പഞ്ചപാണ്ഡവരെല്ലാം ധൃതരാഷ്ട്രയെ കാണാൻ ചെന്നു. തൻ്റെ മൂത്ത പുത്രനായ ദുര്യോധനനെ കൊന്ന ഭീമനോട് വല്ലാത്തൊരു പക ധൃതരാഷ്ട്രക്കുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അന്ധനായ ധൃതരാഷ്ട്ര പറഞ്ഞു, ഭീമൻ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കൂ, എനിക്ക് നിന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമെന്ന് ആശ്ലേഷിക്കണം എന്ന്. ധൃതരാഷ്ട്രം മനസ്സറിയാവുന്ന കൃഷ്ണൻ ഭീമനെ മാറ്റി നിർത്തിയിട്ട് ഭീമൻ്റെ രൂപത്തിലുണ്ടായ ഇരുമ്പ് കൊണ്ടുള്ള ഒരു പ്രതിമ ധൃതരാഷ്ട്ര അടുത്തേക്ക് മാറ്റിവെച്ചു. ധൃതരാഷ്ട്ര പ്രതിമയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അതോടുകൂടി പ്രതിമ തവിട് പൊടിയായി താഴെ വീണു. അങ്ങനെയാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നത്. സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്ത് വകവരുത്തുന്നതിനാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നത്. നമ്മുടെ ട്രംപ് അവസാനം കിനാര ഹിൽസിൽ അമേരിക്കയുടെ സ്വപ്ന പദ്ധതിയായിരുന്ന ആണവ കേന്ദ്രം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് ഇന്ത്യ തകർത്ത് കഴിഞ്ഞതോടുകൂടി ട്രംപിൻ്റെ സമനില തെറ്റി. അദ്ദേഹം മോദിയെ അടുത്തേക്ക് വിളിച്ച് ഒന്ന് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ട്രംപ് ആലിംഗനം ചെയ്തത് യഥാർത്ഥ നരേന്ദ്രമോദിയെ ആയിരുന്നില്ല. നരേന്ദ്രമോദി തൻ്റെ രൂപത്തിൽ മുന്നിൽ നിർത്തിയ ഒരു സങ്കല്പത്തെ അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായ നരേന്ദ്രമോദിയെയാണ്. പക്ഷേ ട്രംപ് ധരിച്ചത് താൻ നരേന്ദ്രമോദിയെ തവിട് പൊടിയാക്കി എന്നുള്ളതാണ്. പക്ഷെ കാലം അത് തെളിയിക്കും, ആത്യന്തികമായി ജയിക്കുന്നത് ട്രംപാണോ മോദിയാണോ എന്നുള്ളത്. മോദി വളരെ സൗമ്യനാണ്, വിനയാന്വിതനാണ്, കുലീനമായ പെരുമാറ്റം, വളരെ ആകർഷണീയമായ കുലീനമായ പെരുമാറ്റം കൊണ്ട് ശ്രദ്ധേയനാണ്. അതിൻ്റെയൊക്കെ കാരണം ഭാരതീയ സംസ്കാരത്തിൻ്റെ സത്ത് ഉൾക്കൊണ്ട വ്യക്തിത്വമാണ് നരേന്ദ്രമോദിയുടെ. പക്ഷേ നരേന്ദ്രമോദി കാണിക്കുന്ന സൗമ്യതയും വിനയവും അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകൾ ഇന്ത്യക്കകത്തും പുറത്തുമുണ്ട്. അവർക്കൊക്കെയുള്ള കൃത്യമായ മറുപടി കൃത്യസമയത്ത് മോദിക്ക് കൊടുക്കുവാൻ അറിയാം. ട്രംപ് മൈ ഫ്രണ്ട് എന്ന് വിളിച്ച നരേന്ദ്രമോദി, അദ്ദേഹം വിചാരിച്ചു ഈ സായിപ്പ് ഫ്രണ്ട് എന്നൊക്കെ വിളിക്കുമ്പോൾ, അമേരിക്കൻ പ്രസിഡന്റ് ഫ്രണ്ട് എന്നൊക്കെ വിളിക്കുമ്പോൾ അത് കേട്ട് ഞെളിയുന്ന വെറും പൂങ്കൻ പ്രധാനമന്ത്രിയാണ് എന്നാണ് ട്രംപ് തെറ്റിദ്ധരിച്ചത്. പക്ഷേ ഭാരതത്തിൻ്റെ താല്പര്യത്തെ തൊട്ടപ്പോഴാണ് ട്രംപ് സായിപ്പ് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ കരുത്തെന്താണ് എന്ന് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൊടുത്ത പ്രഹരത്തിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്കയ്ക്ക് കുറേയേറെ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ട്രംപിൻ്റെ രണ്ട് ആവശ്യങ്ങളാണ് മൈ ഫ്രണ്ട്സ് എന്ന് സ്നേഹപൂർവ്വം വിളിച്ച് ഈ രണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. ആദ്യമായി ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പ്രവേശനം വേണം. ചുരുക്കത്തിൽ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ ഇന്ത്യയിൽ വിൽക്കണം. അതോടുകൂടി ഇന്ത്യൻ കാർഷിക മേഖല തകർന്നടിയും. ജനിതക മാറ്റം വരുത്തിയ ആഹാര സാധനങ്ങൾ, ധാന്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ കഴിക്കേണ്ടി വരും. ലക്ഷക്കണക്കിന് ഇന്ത്യയിലെ കർഷകരെ തീർത്തും കടക്കണിയിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിടും എന്ന് മാത്രമല്ല, ഇന്ത്യക്കാരൻ്റെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന ഒരു തീരുമാനമായി അത് മാറും. സാധ്യമല്ല എന്ന് മോദി പറഞ്ഞു. രണ്ടാമത് ട്രംപ് ആഗ്രഹിച്ചത് ഇന്ത്യൻ ക്ഷീരമേഖല അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ്. ഇന്ത്യൻ ക്ഷീരമേഖലയെ ലക്ഷ്യമാക്കാനുള്ള ഒരു കാരണം, പാശ്ചാത്യ രാജ്യങ്ങൾ കുറേ കാലമായി ഇന്ത്യൻ ക്ഷീരമേഖലയെ ലക്ഷ്യമാക്കുന്നുണ്ട്. 130 മില്യൺ ടൺ ആണ് ഒരു വർഷം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാല്. ലോകത്തെ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 8 കോടി ക്ഷീര കർഷകരാണ് ഇന്ത്യയിലുള്ളത്. ആ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് പാലുൽപ്പന്നങ്ങളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ 8 കോടി ഇന്ത്യയിലെ ക്ഷീര കർഷകരെ യഥാർത്ഥത്തിൽ വഴിയാധാരമാകും. ഒരു കാരണവശാലും ഇതിന് അനുവദിക്കില്ല എന്ന് നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മാസം 25-ാം തീയതി നടന്ന ഒരു പൊതുസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷെ ട്രംപിനൊരു ചെറിയ തെറ്റുപറ്റി. ട്രംപ് നരേന്ദ്രമോദിയെക്കുറിച്ച് കൃത്യമായി പഠിക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗമ്യത,
അദ്ദേഹത്തിൻ്റെ വിനയം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ദൗർബല്യമാണ് എന്നും താൻ ചേർത്ത് പിടിച്ച് എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സുഹൃത്താണ് താൻ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന ഒരു പുങ്കൻ പ്രധാനമന്ത്രിയാണ് എന്ന് ട്രംപ് തെറ്റിദ്ധരിച്ചാണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച. ട്രംപ് ആദ്യം പഠിക്കേണ്ടത് നരേന്ദ്രമോദി പാകിസ്ഥാനെ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ശരിക്കും പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളല്ല, ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, ഒരു ജനതയുടെ രണ്ട് ഭാഗം മാത്രമാണ്. മതത്തിൻ്റെ പേരിൽ മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടത്, മാറി നിന്നത്. എന്തായാലും ശരി. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അവരുടെ ശത്രുവായിട്ടാണ് 1947 മുതൽ ഇന്ത്യയെ കരുതിയിരുന്നത്. 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. പാകിസ്ഥാനേക്കാളധികം മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പം മതത്തിൻ്റെ പേരിലൊരു വിഭജനം വേണ്ട, പാകിസ്ഥാനുമായി സൗമ്യമായി പോയാൽ പ്രതിരോധത്തിന് ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപ ഇരു രാജ്യങ്ങൾക്കും രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുവാൻ കഴിയും. അങ്ങനെ പാകിസ്ഥാനുമായി നല്ലൊരു ബന്ധമുണ്ടാകണമെന്ന് നരേന്ദ്രമോദി ആഗ്രഹിച്ചു. അതിന് ആണ് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങവേ വളരെ യാദൃച്ഛികമായി 2015 ലാഹോറിലെ വിമാനമിറങ്ങിയത്. നവാസ് ഷെരീഫിൻ്റെ ജന്മദിവസം അവിടെ ചെന്നു. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ അർപ്പിച്ചു, ചില സമ്മാനങ്ങൾ കൈമാറി. വളരെ ആകസ്മികമായി പാകിസ്ഥാനിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് പാകിസ്ഥാൻ ഭരണകൂടവും പ്രധാനമന്ത്രിയും പകച്ചുപോയി. ഒരിക്കലും ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു സന്ദർശനമായിരുന്നില്ല അത്. മറിച്ച് ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പ്രത്യേക സമയവും കാലവും ഒന്നും നോക്കണ്ട എന്ന ധരിക്കുന്ന ഒരു ഉറ്റ സുഹൃത്തിൻ്റെ ഒരു സ്വഭാവം മാത്രമായി, ഒരു സന്ദർശനമായി മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ് മോദി നൽകിയ ഒരു സന്ദേശം. എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ ഇന്ത്യയിൽ വരാം. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഏത് സമയത്തേക്കും പാകിസ്ഥാനിലേക്ക് ചെല്ലാം. കാരണം ഒരു സംസ്കാരത്തിൻ്റെ, ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന രണ്ട് പ്രദേശങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. വളരെ സൗമനസ്യത്തോടു കൂടിയാണ് നരേന്ദ്രമോദി പാകിസ്ഥാനെ കൈകാര്യം ചെയ്തത്. നവാസ് ഷെരീഫും ഇപ്പോഴെടുത്ത പ്രധാനമന്ത്രി ഷഹനാസ് ഷെരീഫും അടക്കമുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാർ, തൊട്ടു മുമ്പുണ്ടായിരുന്ന ഇമ്രാൻഖാൻ, ഇവരൊക്കെ ഇന്ത്യയുടെ പകയോടെ തന്നെയാണ് പെരുമാറിയത്. നരേന്ദ്രമോദി വെച്ച് നീട്ടിയ സൗഹൃദം നരേന്ദ്രമോദിയുടെ മനസ്സ് വായിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പാകിസ്ഥാനുമായി യോജിച്ചു പോകാമെന്ന് മാത്രമേ അദ്ദേഹം കരുതിയുള്ളൂ. പ്രതിരോധ ചെലവ് കുറയ്ക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകും എന്ന് അദ്ദേഹം കരുതി. പക്ഷെ അതൊന്നും പാകിസ്ഥാന് ബോധ്യമായില്ല. അവസാനം പാകിസ്ഥാന് ബോധ്യമായത് കിനാര ഹിൽസിൽ ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈൽ പതിച്ചപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി മോദി വ്യത്യസ്തനായ ഒരു പ്രധാനമന്ത്രിയാണ്. അണുബോംബ് കാട്ടി ഭയപ്പെടുത്താൻ കഴിയുന്ന ഒരു ഏഴാംകൂലി ഇന്ത്യൻ രാഷ്ട്രീയ നേതാവല്ല മോദി എന്ന് മനസ്സിലാക്കി. മണിശങ്കര അയ്യരെ പോലുള്ള ചില കോൺഗ്രസ്സുകാർ പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് നിലവിളി കൂട്ടുമ്പോൾ, നിൻ്റെ കയ്യിൽ ആണവായുധമുണ്ടെങ്കിൽ അത് പോക്കറ്റിലിരിക്കട്ടെ, ഇനി ആണവായുധം നീ എടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഞങ്ങളതിനെ അനുവദിക്കില്ല എന്ന സന്ദേശമാണ് പാകിസ്ഥാൻ നൽകിയത്. യഥാർത്ഥത്തിൽ ട്രംപിനെ വിരളി പിടിപ്പിച്ചത് കിനാര ഹിൽസിലുണ്ടായ ഇന്ത്യൻ ആക്രമണമാണ്. കാരണം കിനാര ഹിൽസിലെ ആണവ കേന്ദ്രം, ആണവ നിലയം, ആണവായുധങ്ങളുടെ സംഭരണ കേന്ദ്രം, അവിടെ ഇന്ത്യ നടത്തിയ അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പാകിസ്ഥാൻകാരായിരുന്നില്ല, മറിച്ച് അമേരിക്കൻകാരായിരുന്നു എന്നാണ് പിന്നീട് വന്ന വാർത്തകൾ പലതും ചൂണ്ടിക്കാണിച്ചത്. ട്രംപ് മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദിയുടെ പാകിസ്ഥാൻ നയം എന്നാണ്. ഇനി 2, ചൈനയോട് നരേന്ദ്രമോദി എങ്ങനെ പെരുമാറി എന്ന് നോക്കണം. 1962 മുതൽ ഇന്ത്യയും ചൈനയുമായി സംഘർഷത്തിലാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയുമായുള്ള സംഘർഷം ഇവിടെ അവസാനിപ്പിക്കാം, ഇനിയും സമാധാനത്തിൽ കടന്നു പോകാം, പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിക്കാം. ഇന്ത്യയും ചൈനയും അയൽ രാജ്യങ്ങളാണ്. അന്തർദേശീയ രംഗത്ത് ഇരു കൂട്ടർക്കും സമാന താല്പര്യങ്ങൾ ഒരുപാടുണ്ട്. ഇരു രാജ്യങ്ങളിലും ഉള്ള ജനസംഖ്യ വലിയൊരു മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയും ഇന്ത്യയും ചേർന്ന് നിന്നാൽ ലോകത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യാൻ കഴിയും എന്ന് മാത്രമല്ല, ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര സുരക്ഷയ്ക്കും അത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. ഷീ ജിൻപിങ് 2014 മോദി അധികാരത്തിൽ വന്ന വർഷമാണ്. അദ്ദേഹം അഹമ്മദാബാദിൽ വന്നു.
മോദിയുടെ ജന്മഗ്രാമം സന്ദർശിച്ചു, സബർമതി ആശ്രമം സന്ദർശിച്ചു. സബർമതി ആശ്രമത്തിൻ്റെ വൃക്ഷത്തണലിലൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്നു പോകുന്ന, സൗഹാർദ്ദത്തോടുകൂടി നടന്നു പോകുന്ന മോദിയുടെയും ഷീ ജിൻപിങ്ങിൻ്റെയും ഒക്കെ ചിത്രങ്ങളന്ന് ഇന്ത്യയിലെ ദൃശ്യ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരുന്നു. 2019 വീണ്ടും ഷീ ജിൻപിങ്ങിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം തമിഴ്നാട്ടിൽ വന്നു. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് വന്ന പല്ലവ രാജാക്കന്മാരുടെ ശില്പകലയുടെ ഏറ്റവും വലിയ കേന്ദ്രമായ മഹാബലിപുരത്ത് എത്തി. അദ്ദേഹം അവിടുത്തെ രഥക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചു. നരേന്ദ്രമോദി വളരെ സൗമ്യതയോടെ, വളരെ കുലീനമായി, സ്നേഹമസൃണമായി തന്നെ ഷീ ജിൻപിങ്ങിനെ അദ്ദേഹം സ്വീകരിച്ചു. അതിഥി ദേവോ ഭവ എന്ന ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഒരു സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഷീ ജിൻപിങ്ങിനെ സ്വീകരിച്ചത്. മോദിയുടെയും ഷീ ജിൻപിങ്ങിൻ്റെയും അന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലെ ശരീരഭാഷ വായിച്ചാൽ അറിയാം, ഇന്ത്യയിലേക്ക് വരുന്ന ഒരു അതിഥിയെ വളരെ വിനയത്തോടെ സ്വീകരിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. ഷീ ജിൻപിങ് തെറ്റിദ്ധരിച്ചു താൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുടെ, രണ്ടാമത്തെ ശക്തിയുടെ പ്രസിഡൻ്റാണ്, ചൈനയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ്, മരണം വരെ ചൈനയിൽ അധികാരത്തിൽ തുടരാനുള്ള സംവിധാനമെല്ലാം താൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തൻ്റെ ആയുധശേഷി കണ്ട്, തൻ്റെ നേതൃവൈഭവം കണ്ട് ഭയന്നാണ് നരേന്ദ്രമോദി ഈ വിനയമൊക്കെ കാണിക്കുന്നത് എന്ന് ഷീ ജിൻപിങ് തെറ്റിദ്ധരിച്ചു. അതിന് അദ്ദേഹം ചെയ്തത് എന്താണ് എന്ന് നമുക്കറിയാം. 2017 ഡോക്ലാമിലേക്ക് റോഡ് വെട്ടാൻ തയ്യാറായി. ഇന്ത്യ അത് തടഞ്ഞു. അന്ന് ഗ്ലോബൽ ടൈംസ് ശക്തമായ മുന്നറിയിപ്പ് ഇന്ത്യക്ക് തന്നു. ഇന്ത്യ ചൈനയോട് ഏറ്റുമുട്ടുന്നത് മുട്ട ചെന്ന് പാറയിൽ തട്ടുന്നത് പോലെ പരിതാപകരമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും നരേന്ദ്രമോദിയെ ചലിപ്പിച്ചില്ല. ഡോക്ലാമിൽ അവർക്ക് റോഡ് വെട്ടാൻ കഴിഞ്ഞില്ല, മടങ്ങിപ്പോകേണ്ടി വന്നു. വീണ്ടും 2020 ഗാൽവൻ താഴ്വരയിലെ ഇന്ത്യൻ പട്ടാളക്കാരെ കായികമായി അവർ നേരിട്ടു. ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലപ്പെട്ടു. വലിയൊരു സംഘർഷം തന്നെ ഗാൽവൻ താഴ്വരയിലുണ്ടായി. ഒരു യുദ്ധത്തിൻ്റെ വക്കിൽ എത്തി ഇന്ത്യയും ചൈനയുമായുള്ള സംഘർഷം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും ഇന്ത്യയുടെ ഒരു തരി മണ്ണ് പോലും പ്രതീക്ഷിക്കേണ്ട എന്നും യുദ്ധമെങ്കിൽ യുദ്ധമെന്ന ഒരു നിലപാടാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചത്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും നരേന്ദ്രമോദി മൗനം ഭജിക്കുകയായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം ഷീ ജിൻപിങ്ങിന് മറുപടി പറയാൻ പോയില്ല, ഭീഷണിപ്പെടുത്താൻ പോയില്ല. അദ്ദേഹത്തോടെ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കിൽ ഒതുക്കി നിർത്തി, ഇന്ത്യയുടെ അതിർത്തി സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുവാനുള്ള ശക്തി ഇന്ത്യൻ സൈന്യത്തിനുണ്ട്, അതിനുള്ള അധികാരം അവർക്കുണ്ട്, അതിനുള്ള അധികാരം അവർക്ക് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തി കടന്നു വരുന്ന ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ദില്ലിയിലല്ല, അതിർത്തിയിൽ നിൽക്കുന്ന നമ്മുടെ സൈനികരാണ്, സൈനിക മേധാവികളാണ് എന്ന് പറഞ്ഞതോടുകൂടി സന്ദേശം വളരെ വ്യക്തമായിരുന്നു. അതിൻ്റെ കാരണം കാശ്മീരിൽ ഇന്ത്യൻ പട്ടാളക്കാരെ കല്ലെറിയുന്ന ഭീകരവാദികളെ ഭയന്ന് കല്ല് ഏറ് തടയാൻ ഷീൽഡുമായി നിൽക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാരുടെ ചിത്രം നമ്മളാരും മറന്നിട്ടില്ല. കാരണം ഈ ഭീകരന്മാർക്ക് നേരെ വെടിയുതിർക്കാൻ ഒരിക്കലും ദില്ലിയിൽ നിന്ന് അനുവാദം ലഭിച്ചിരുന്നില്ല. കാരണം അത് മതവികാരം വ്രണപ്പെടും അത്രേ. അതൊക്കെ തീർന്നു. ഇന്ന് കല്ലെറിയാൻ ആളില്ല. കല്ലെറിയാൻ വന്നാൽ കഥ കഴിയും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഷീ ജിൻപിങ്ങിൻ്റെ തെറ്റിദ്ധാരണയും മാറി. ഷീ ജിൻപിങ്ങിന് മനസ്സിലായി നരേന്ദ്രമോദിയുമായി ഏറ്റുമുട്ടുക അത്ര എളുപ്പമല്ല, നരേന്ദ്രമോദിയെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരിക അത്ര എളുപ്പമല്ലെന്ന് ഷീ ജിൻപിങ്ങിന് മനസ്സിലായി. പക്ഷേ ഇതൊന്നും വിട്ടിയായ ട്രംപ് സാഹിബിന് മനസ്സിലായില്ല. ട്രംപ് ധരിച്ചിരുന്നത് ഈ തീരുവ കൂട്ടി ഇന്ത്യയെ വരുതിക്ക് നിർത്താമെന്നും ഭീഷണിപ്പെടുത്തി ഇന്ത്യയെ വരുതിക്ക് നിർത്താമെന്നും ഒക്കെയാണ് ട്രംപ് സാഹിബ് വിചാരിച്ചത്. അപ്പോൾ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട്. തീർച്ചയായിട്ടും സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന മാധ്യമങ്ങളുണ്ട്, നേതാക്കന്മാരുണ്ട്. ഇനിയും സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറന്ന പലരും ഇന്ത്യയിലുണ്ട്. പക്ഷെ മദാമയെ കണ്ടപ്പോൾ കവാത്ത് മറന്ന മഹാനായൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഇപ്പോഴത്തെ രാജകുമാരൻ്റെ മുതുമുത്തച്ഛനായിരുന്നു. മദാമയെ കണ്ടപ്പോൾ കവാത്ത് മറന്ന കഥയൊക്കെ ഒരുമാതിരി പുസ്തകം വായിക്കുന്ന, പത്രം വായിക്കുന്ന ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾക്കറിയാം. പക്ഷേ അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ മാധ്യമങ്ങളെക്കുറിച്ച് പറയാനുള്ള കാരണം, നമ്മൾ ഗൗരവത്തോടുകൂടി ഈ മാധ്യമങ്ങളെ കാണണം. 26/8/2025 അന്ന് ആ ദിവസത്തെ മലയാള മനോരമ പത്രവും മാതൃഭൂമി പത്രവും പ്രിയപ്പെട്ട പ്രേക്ഷകരെന്ന് നോക്കണം. മാതൃഭൂമി പത്രത്തിൻ്റെ തലക്കെട്ട് സമ്മർദ്ദം വേണ്ട, വഴങ്ങില്ല മോദി. ഒരു കാരണവശാലും
അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് വളരെ ഗൗരവത്തോടുകൂടി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പേജിൽ അതിൻ്റെ തലക്കെട്ടായി ആ വാർത്തയും വന്നിട്ടുണ്ട്. അതേ ദിവസത്തെ മലയാള മനോരമ പത്രം ദയവായി കാണണം. അതിൻ്റെ തലക്കെട്ട് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പെൺവിഷയമാണ് മനോരമയുടെ പ്രധാനപ്പെട്ട തലക്കെട്ട്. ഏറ്റവും നിരാശാകരമായ നിർഭാഗ്യകരമായ ഒരു കാര്യം, മനോരമയുടെ ഉള്ളിലെ പേജിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര വലിയൊരു അധപ്പതനമാണ് ഒരു പത്രത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഇനിയും 27-ാം തീയതിയിലെ പത്രത്തിലേക്ക് വരാം. 27-ാം തീയതിയിലെ പത്രത്തിൽ മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് കരടായി തീരുവ 50% വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച്. അതാണ് അന്നത്തെ ആദ്യത്തെ പേജിലെ ഏറ്റവും വലിയ വാർത്ത. മലയാള മനോരമയിൽ വേറൊരു തരത്തിലാണ്, വളരെ കലാപരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തീ രൂപ 50%, 50%. ഇതാണ് മനോരമയുടെ തലക്കെട്ട്. ഇനി 28-ാം തീയതിയിലെ പത്രത്തിലേക്ക് വരാം, മനോരമ പത്രത്തിലേക്ക് വരാം. അതിലെ ഉള്ളിലെ പേജിൽ വലിയ പ്രാധാന്യത്തോട് കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. മോദി ഗംഭീര മനുഷ്യൻ, പക്ഷേ താക്കീത് ചെയ്തു ട്രംപ്. അതൊരു വാർത്തയാണ്. അതായത് ട്രംപ് മോദിയെ താക്കീത് ചെയ്തു. ആ താക്കീത് കേട്ട് ഭയന്നാണ് മോദി പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിച്ചത് എന്ന് വീണ്ടും പറഞ്ഞതായിട്ടാണ് കണ്ടത്. ആ പത്രത്തിൽ തന്നെ അതേ പേജിൽ തന്നെ ഡെയിലി കോട്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയ കോളമുണ്ട് പത്രത്തിൻ്റെ വലതു ഭാഗത്ത് മുകളിലായിട്ട്. ആ ഡെയിലി കോട്ടിലെ കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്, രാജകുമാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. 24 മണിക്കൂറിനകം യുദ്ധം നിർത്തണം എന്ന് ട്രംപ് പറഞ്ഞു. 5 മണിക്കൂറിനകം നരേന്ദ്രമോദി അനുസരിച്ചു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിൽ അമേരിക്ക മധ്യസ്ഥം വഹിച്ചിട്ടില്ലെന്നും ട്രംപ് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും അത് പ്രാദേശികമായി മിലിറ്ററി ഓപ്പറേഷൻസിന് ചുമതലയുള്ള ആളുകളാണ് അത് തീർത്തതെന്നും DGOMOR, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് അത് തീർത്തതെന്നും ഇരു രാജ്യങ്ങളിലും സൈനിക ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ചർച്ചയിലാണ് അത് തീർന്നതെന്നും ഇതിലെല്ലാം ഉപരി പാകിസ്ഥാൻ അപേക്ഷിച്ചതനുസരിച്ചാണ് ഒരു യുദ്ധവിരാമത്തിന് അല്ലെങ്കിൽ ഒരു ആക്രമണം അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യ തയ്യാറായതെന്നും വളരെ വ്യക്തമായി നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞു, വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ ചർച്ചയും ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്നതാണ്. അപ്പോൾ ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന സംഘർഷത്തിൽ ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പലരും കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി. ആദ്യം വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു, അത് കഴിഞ്ഞ് വിദേശകാര്യ മന്ത്രി പറഞ്ഞു, അവസാനമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും ട്രംപ് ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. ഇന്ത്യ എടുത്ത തീരുമാനമാണ്, രണ്ട് രാജ്യത്തെയും സൈനിക മേധാവികൾ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥന്മാരെടുത്ത തീരുമാനമാണ്. അതനുസരിച്ചാണ് ഈ ആക്രമണം അവസാനിച്ചതെന്ന്. പക്ഷേ മനോരമയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മലയാള മനോരമ ഒരു പത്രമാണ്. മാമച്ചായൻ ഒരു കാര്യം മനസ്സിലാക്കണം, 9 രൂപ കൊടുത്ത് ഈ പത്രം ഞാൻ വായിക്കുന്നത് മലയാള മനോരമ എന്ത് പറഞ്ഞു എന്ന് അറിയാനല്ല, മറിച്ച് മലയാള മനോരമ എന്ത് പറഞ്ഞില്ല എന്നറിയാനാണ്. മനോരമ എന്ത് പറഞ്ഞില്ല എന്ന് കൃത്യമായി ജനങ്ങളെ ധരിപ്പിക്കേണ്ട ചുമതലയും സോഷ്യൽ മീഡിയ എന്ന നിലയിൽ ജനഭൂമിക്കുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. മാമച്ചായ പ്ലീസ്, ഇതൊരു നിർഭാഗ്യകരമായ ഒരു പത്രപ്രവർത്തന പാരമ്പര്യമാണ്. ദയവായിട്ടിത് നിർത്തിവെക്കണം. 9 രൂപ കൊടുത്ത് പത്രം വായിക്കുന്നത് അല്ലെങ്കിൽ പത്രം വാങ്ങിക്കുന്നത് പരസ്യം കാണാൻ വേണ്ടി മാത്രമല്ല, പരസ്യത്തിലൂടെ കാശുണ്ടാക്കിക്കോളൂ. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തമസ്കരിക്കുന്നത് അതൊരു സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണ്. അതൊരു മാധ്യമ സംസ്കാരത്തിന് യോജിച്ചതല്ല. താങ്കൾ വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിക്കണം. താങ്കൾക്ക് കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്താം, രാജകുമാരന് വേണ്ടിയും പ്രചരണം നടത്താം. വിക്ടോറിയ രാജ്ഞിയുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ തുടങ്ങിയ പത്രം ഇന്ന് സോണിയാഗാന്ധിയുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടിക്കോളൂ, ട്രംപിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടിക്കോളൂ, ഒരു തർക്കവുമില്ല. വാർത്ത വായിക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആളുകളാണ്, സാമാന്യ ബോധവും സാമാന്യ വിദ്യാഭ്യാസവും ഉള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ അച്ചടിച്ച് വിടുന്ന ഈ കാപട്യങ്ങൾ, കപടതകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാൻ ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു കാര്യമാണ്, ഒരു വായനക്കാരൻ എന്ന നിലയിൽ
ശ്രീ മാമൻ മാത്യുവിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ദയവായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട പ്രസ്താവനകളെങ്കിലും തമസ്കരിക്കരുത്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനം എന്താണ് എന്ന് ചിന്തിക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നവർക്കും അറിയാം. ഒരു കുഴപ്പമില്ല, പണമുണ്ടാക്കിക്കോളൂ, ഒരു തർക്കവുമില്ല, അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ സത്യസന്ധത, മിനിമം സത്യസന്ധത അത് മലയാള മനോരമ കാണിക്കണം. പ്ലീസ് മാമച്ചായ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.